ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായത്തിൻ്റെ 3ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. നമ്മൾ സംഖ്യകളുടെ പ്രത്യേകതകൾ ബീജഗണിതം ഉപയോഗിച്ച് എങ്ങനെ ആൾജിബ്ര ഉപയോഗിച്ച് എങ്ങനെ പ്രൂവ് ചെയ്യാമെന്നാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ മറ്റൊരു സംഖ്യകളുടെ മറ്റൊരു പ്രത്യേകതയാണ് പറയുന്നത്. ദി പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് വൺ ഓഫ് വിച്ച് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 ആൻഡ് ദി അതർ റിമൈൻഡർ 2. അതായത് രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ്, ഒരു നമ്പർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന നമ്പറും മറ്റൊരെണ്ണം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരുന്ന നമ്പറുമാണ്. അപ്പൊ അങ്ങനെയുള്ള നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആണ് റിമൈൻഡർ, 5നെ ആകുമ്പോൾ 2 ആണ് റിമൈൻഡർ. 4 5 കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്താ കിട്ടുക? 3 × 6 + 2 ആണ്. 4 5 മൾട്ടിപ്ലൈ ചെയ്താൽ 20. 20നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ വരും. അപ്പോൾ 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ വരും. 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ വരും. 2ന്റെ പ്രോഡക്റ്റ് ആയ 20യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരും. വേറെ എക്സാമ്പിൾ നോക്കാം. 7ഉം 11ഉം. 11 എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ കിട്ടുന്ന നമ്പറാണ്. 7 എന്ന് പറയുമ്പോഴോ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടുന്ന നമ്പറാണ്. പ്രോഡക്റ്റ് എന്ന് വരും നോക്കിയേ, 25 × 3, അതായത് 77 എന്ന് പറഞ്ഞാൽ 25 × 3 + 2. അതായത് അതിന്റെ പ്രോഡക്റ്റിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 ആണ് കിട്ടുക. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന നമ്പേഴ്സിനൊക്കെ 3n + 1 എന്ന രൂപത്തിൽ എഴുതാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 കിട്ടുന്ന നമ്പേഴ്സിനൊക്കെ 3m + 2, 3 × ഒരു നമ്പർ +2, 3 × ഒരു നമ്പർ +1. അപ്പൊ ഇതിന്റെ രണ്ടിന് പ്രോഡക്റ്റ് എന്തായിരിക്കും നോക്കാം. നോക്കിക്കോളൂ. 3n × 3m + 3n × 2 + 1 × 3m + 1 × 2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നോക്കിയേ, 3 × 3 9mn, 3n × 2 എന്ന് പറഞ്ഞാൽ 6n, അതുപോലെ 1 × 3m എന്ന് പറഞ്ഞാൽ 3m + 2. അപ്പൊ അതിൽ ആദ്യത്തെ 3 ടേമിൽ നിന്ന് 3 കോമൺ വെളിയിൽ എടുക്കാം. അപ്പൊ 3 × 3mn + 2n + m, അതായത് 3 × ഒരു കൗണ്ടിങ് നമ്പർ, ഒരു നാച്ചുറൽ നമ്പർ, അത് +2, അതായത് മൾട്ടിപ്പിൾ ഓഫ് 3 + 2 എന്ന രൂപത്തിലാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന നമ്പറും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരുന്ന നമ്പറും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 ആയിരിക്കും കിട്ടുക. അപ്പോൾ സംഖ്യകളുടെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വേറെ ഒന്ന് നോക്കാം. The product of two numbers, one of which leaves remainder 1 on division by 4 and the other remainder 2. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന നമ്പറും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരുന്ന നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ പ്രോഡക്റ്റിന്റെ പ്രത്യേകത എന്താണ്? അപ്പൊ എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇവിടെ കണ്ടോ, 5 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ് റിമൈൻഡർ. 6 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആണ് റിമൈൻഡർ. 5 × 6 30. 30നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആണ് റിമൈൻഡർ. അതുപോലെ 9ഉം 10ഉം. 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 റിമൈൻഡർ. 10നെ 9 കൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ. അതിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 90 വരും. 90യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരും. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയതാണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന നമ്പറും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരുന്ന നമ്പറും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 ആയിരിക്കും. അത് നമുക്ക് ആൾജിബ്ര ഉപയോഗിച്ച് തെളിയിച്ച് നോക്കാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന നമ്പറിനെ എങ്ങനെ എടുക്കാന്ന് പറഞ്ഞേ, 4x, 4 × ഒരു നമ്പർ +1, അതായത് 4 × ഒരു കൗണ്ടിങ് നമ്പർ 4x + 1. അടുത്തതിന് 4y + 2 എന്ന് എടുക്കാം. അതായത് 4നെ ഒരു കൗണ്ടിങ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 ആഡ് ചെയ്യുന്നത്, 4നെ ഒരു കൗണ്ടിങ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1 ആഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പ്രോഡക്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. പ്രോഡക്റ്റ് നോക്കാം. 16xy, 4 × 4 16, 4x × 2 8x, 1 × 4y 4y, 1 × 2 2. അപ്പൊ 16xy + 8x + 4y. അതിൽ കണ്ടോ, ഈ ആദ്യത്തെ 3 ടേമില് 4 കോമൺ ആണ്. അപ്പൊ 4നെ വെളിയിലെടുത്ത് 4 × 4xy + 2x + 4y, അതായത് മൾട്ടിപ്പിൾ ഓഫ് 4 + 2, അതായത് 4 × ഒരു കൗണ്ടിങ് നമ്പർ. ഇതിപ്പോ എക്സും വൈയും കൗണ്ടിങ് നമ്പേഴ്സാ. അപ്പൊ ഇത് ഒരു കൗണ്ടിങ് നമ്പർ ആയിരിക്കും. 4 × ഒരു കൗണ്ടിങ് നമ്പർ +2 എന്ന് പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ 2 ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 2 റിമൈൻഡർ വരും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ.
അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 4+2 എന്ന രൂപത്തിലാണ് കിട്ടുക. അപ്പോൾ അടുത്ത വേറെ എക്സാമ്പിൾ നോക്കാം. ദി ഡിഫറൻസ് ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് അറ്റ് ദി എൻഡ്സ് ആൻഡ് 2 ഇൻ ദി മിഡിൽ ഓഫ് 6 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. നേരത്തെ നമ്മുടെ 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്രത്യേകത പറഞ്ഞിരുന്നു. അറ്റത്തുള്ള 2 മൾട്ടിപ്ലൈ ചെയ്യുന്നത് നടുക്കുള്ള 2 മൾട്ടിപ്ലൈ ചെയ്യുന്നതിനേക്കാൾ 2 കുറവായിരിക്കും. അപ്പോൾ ഇവിടെ 6 നമ്പേഴ്സ് എടുത്താൽ 6 numbers are taken, 6 consecutive numbers are taken, then what will be the properties of the product of 2 numbers at the ends of 2 numbers in the middle. നടുക്കുള്ള 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നതും അറ്റത്തുള്ള 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നതും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ എക്സാമ്പിൾ എടുക്കാം. 1 2 3 4 5 6 6 കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 6 1 ഗുണിച്ചാൽ 6 കിട്ടും. നടുക്കുള്ള 3 4 ഗുണിച്ചാൽ 12 കിട്ടും. 6 കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അറ്റത്തുള്ള 2 ഗുണിക്കുന്നതും നടുക്കുള്ള 2 ഗുണിക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് 6 ആണെന്ന് കിട്ടും. അത് നമുക്ക് തെളിയിക്കാൻ എങ്ങനെ ആൾജിബ്ര ഉപയോഗിച്ച് എങ്ങനെ തെളിയിക്കാൻ നോക്കാം. അതായത് x+1, x+2, x+3, x+4, x+5 അങ്ങനെ 6 നമ്പേഴ്സ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഇതാണെന്ന് വിചാരിക്കുക. അപ്പോൾ അറ്റത്തുള്ള 2 ഗുണിച്ചാൽ കിട്ടുന്നതും നടുക്കുള്ള 2 x+2 x+3 ഗുണിച്ചാൽ കിട്ടുന്നതും തമ്മിലുള്ള മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ് ആണ് നോക്കട്ടെ. അപ്പോൾ x+2 × x+3 മൈനസ് x × x+5 നോക്കാം. x+2ഉം x+3 നടുക്കുള്ള 2 കൂടി മൾട്ടിപ്ലൈ ചെയ്തതിൽ നിന്ന് അറ്റത്തുള്ള 2 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് x × x x² ആണ്, x × 3 3x ആണ്, 2 × x 2x ആണ്, 2 × 3 6 ആണ്, മൈനസ് x × x x², x × 5 5x. ഇതൊന്നുകൂടെ സിംപ്ലിഫൈ x² പ്ലസ് 3x + 2x 5x എന്ന് എഴുതാം, പ്ലസ് 6 മൈനസ് x² മൈനസ് 5x. അതായത് x² സബ്ട്രാക്ട് ചെയ്യണം, 5xഉം സബ്ട്രാക്ട് ചെയ്യണം. അങ്ങനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ x² 5xന്റെ ആൻസർ ആയി പോയി. ബാക്കി എന്ത് കിട്ടി? 6 കിട്ടി. അപ്പോൾ എന്താണ് കിട്ടുക? എപ്പോഴും ഏത് 6 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അറ്റത്തുള്ള 2 ഗുണിച്ചാൽ കിട്ടുന്നത് നടുക്കുള്ള 1 ഗുണിച്ചാൽ കിട്ടുന്നത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് എപ്പോഴും 6 തന്നെയായിരിക്കും. ഇനി നമുക്ക് സംഖ്യകളുടെ മറ്റു ചില നമ്മൾ x+y × u+v എന്താണെന്ന് പഠിച്ചായിരുന്നു. xu + sv + yu + yv. അപ്പോൾ ഇത് ഉപയോഗിച്ച് 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ ഗുണനം എങ്ങനെ എളുപ്പമാക്കാം, എളുപ്പത്തിൽ മനക്കണക്കായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിക്കോളൂ. 36നെ 28 കൊണ്ട് ഗുണിക്കണം. നമ്മൾ അവിടെ 30 + 6ഉം 20 + 8 എടുക്കുമ്പോൾ ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം യൂണിറ്റ് ബേസിലുള്ള നമ്പർ 8 × 6 8 × 6 എത്രയാ? 48. 48ന് 8 എഴുതും. അപ്പോൾ 8 ഇവിടെ എഴുതി, ബാക്കി 4 അവിടെ ഉണ്ട്. 4 റിമൈൻഡർ ആണ്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 8ഉം 3ഉം 2ഉം 6ഉം അത് രണ്ടും കൂടി ആഡ് ചെയ്യും. 8 × 3 + 2 × 6. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ 36 കിട്ടും. അതിൽ ഇവിടെ 4 റിമൈൻഡർ ഉണ്ട്. അപ്പോൾ 4 കൂടി കൂട്ടുമ്പോൾ 40 വരും. അപ്പോൾ ചെയ്തെന്താണ്? 8 3s are 24, 2 6 are 12, 24ഉം 12ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 36 കിട്ടി. അതിൻ്റെ കൂടെ ഇവിടെയുള്ള ബാലൻസ് 4 റിമൈൻഡർ കൂടി ആഡ് ചെയ്തു. അതിൽ 0 നമ്മൾ എടുക്കും, ബാക്കി 4 ആണ് വരിക. ഇനി എന്ത് ചെയ്യണം എന്നറിയാമോ? ഇത് തമ്മിൽ ടെൻസ് പ്ലേസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 2 × 3 6. അതിൽ ഇവിടെ റിമൈൻഡർ 4 കൂടി ഉണ്ട്. അപ്പോൾ 6 4 കൂടി ആഡ് ചെയ്യുമ്പോൾ 10 വരും. അപ്പോൾ 10 ഇവിടെ എഴുതും. അപ്പോൾ 36 × 28 1008 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിൽ കണക്കൂട്ടുന്ന രീതിയാണ്. അത് 8 6 ഗുണിച്ചു, റിമൈൻഡർ 4 ഉണ്ട്. 8 3 24, 26 12, ആകെ 36. അതിൻ്റെ കൂടെ 4 കൂടി കൂട്ടി, അപ്പോൾ 40ന് 0 എഴുതി. പിന്നെ 23 6, ശിഷ്ടം 4 കൂടി കൂട്ടി 40 1008 ആണ്. ഇതിൻ്റെ വേറൊരു ഉദാഹരണം നോക്കാം. അപ്പോൾ 72 × 43 3 2 6 എഴുതുക. അപ്പോൾ വീണ്ടും 3 7 21, 4 2 8, 21 8 29 വരും. ശിഷ്ടം ഇവിടെ ഇല്ല. അപ്പോൾ 9 എഴുതി. അങ്ങനെ 3 × 7 4 × 2. ശിഷ്ടം 2 ഉണ്ട്. ഇനി 4 7 28, 28 2 30. അപ്പോൾ 3096 ആണ് ഇതിന്റെ ആൻസർ. വേറെ ഒരു ഉദാഹരണം നോക്കാം. 46 × 32 26 12ന് 2. ശിഷ്ടം ഒന്നുണ്ട്. 24 8ഉം 3 6 18, 18 8 26 ആയി. ശിഷ്ടം ഒന്നും കൂടി കൂട്ടുമ്പോൾ 27, 27ന് 7 എഴുതി. ശിഷ്ടം 2 ഉണ്ട്. ഇനി 3 × 4 12, 12 2 14. അപ്പോൾ 1472 ആണ് ഇതിന്റെ ഗുണനഫലം. അപ്പോൾ 2 ഡിജിറ്റ് നമ്പേഴ്സ് ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അതിന്റെ തത്വം എന്താണെന്ന് നോക്കാം. ഏത് 2 ഡിജിറ്റ് നമ്പറിനെയും നമുക്ക് 10m + n
എന്ന രൂപത്തിൽ 10 ഇൻറ്റു ഒരു നമ്പർ പ്ലസ് യൂണിറ്റ് പ്ലേസിലെ നമ്പർ. അപ്പോൾ നമ്മൾ ഒരു നമ്പർ 10m+n എടുത്തു, മറ്റേ നമ്പർ 10x+y എന്ന് കൊടുത്തു. രണ്ട് 2 ഡിജിറ്റ് നമ്പേഴ്സാണ്. അപ്പോൾ 10m+n 10x+y. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നോക്കാം. 10m+n ഇൻറ്റു 10x+y മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എന്ത് വരും? 10m ഇൻറ്റു 10x 100mx, 10m ഇൻറ്റു y 10my, n ഇൻറ്റു 10x 10nx, n ഇൻറ്റു y ny. അത് നമുക്ക് നോക്കിയാൽ 100mx പ്ലസ് ഇത് 10 കോമൺ ആണ്. ആ വെളിയിലെടുത്ത് കഴിഞ്ഞാൽ my പ്ലസ് nx ഇൻറ്റു 10 പ്ലസ് ny എന്ന് വരും. അതായത് 100ന്റെ പ്ലേസ്, അതായത് എത്ര 100 ഉള്ളത് 2 ഇവിടെ കണ്ടില്ലേ, 2 ഇൻറ്റു 3 അത്രയും 100 ആണ്. അപ്പോൾ 100ന്റെ പ്ലേസ് ആണ് ഈ കാണുന്നത്. mx 100 ഉണ്ട്, പിന്നെ my പ്ലസ് nx നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറിച്ചില്ലേ, അത്രയും ടെൻസ് ആണുള്ളത്. അപ്പോൾ ടെൻസിന്റെ പ്ലേസ് ആണിത്, 100ന്റെ പ്ലേസ് ആണിത്, പിന്നെ യൂണിറ്റ് പ്ലേസ് ആണിത്. അപ്പോൾ അവിടെ ഈ രീതിയിലാണ് ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡാന്ന് പറഞ്ഞാൽ ഏത് 2 ഡിജിറ്റ് നമ്പർ നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. മനക്കണക്കായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ ഒക്കെ പ്രോഡക്റ്റ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.